ഹലോ വെൽക്കം ടു ഈസി ഇംഗ്ലീഷ്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് പാർട്ട് 3 വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. ഓക്കെ, ഇവിടെ റീകാൾ ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം ഓർമ്മിക്കുക, ഓർത്തെടുക്കുക എന്നുള്ളതാണ്. മേക്കിംഗ് ഹിസ് വേ, മേക്ക് വേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കെയിൻ എന്ന് പറഞ്ഞാൽ പിന്നെ ചൂരൽ വടിയാണ്. ഓക്കെ, കോറിഡോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇടനാഴി എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. ഓക്കെ, പീപ്പിൾ ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് 1960s, 1960കളുടെ അവസാനത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ഹോക്കിങ്ങിനെ ഓർക്കുന്ന ആളുകൾ റീകാൾ ഹിം മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ് വിത്ത് എ കെയിൻ, അതായത് ആ ഇടനാഴിയിലൂടെ ഒരു ചൂരൽ വടിയും പിടിച്ച് പോകുന്നത് എല്ലാവരും ഓർക്കും. സപ്പോർട്ടിങ് ഹിംസെൽഫ്, തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എഗെയിൻസ്റ്റ് ദ വാൾ, അവിടുത്തെ ചുമരിന്. അപ്പോൾ 1960കളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഹോക്കിങ്ങിനെ ഓർക്കുന്ന ആളുകൾ പ്രത്യേകം ഓർക്കുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു ചൂരൽ വടിയൊക്കെ എടുത്തിട്ട് ആ കോറിഡോറിലൂടെ ആ ചുമരിലിങ്ങനെ തന്നെ സ്വയം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാഴ്ച അവർ ഓർക്കും എന്നുള്ളതാണ്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. ഇവിടെ സ്ലൈറ്റ് എന്നതിൻ്റെ അർത്ഥം ഒരു നേരിയ എന്നുള്ളതാണ്. സ്പീച്ച് ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇംപെഡിമെൻ്റ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അർത്ഥം തടസ്സം എന്നുള്ളതാണ്, ഒബ്സ്റ്റക്കിൾ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു അർത്ഥം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ഫിറ്റ് ആവുന്നത് വൈകല്യം എന്നുള്ളതാണ്. അപ്പം സ്പീച്ച് ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ സംസാര വൈകല്യം എന്നുള്ളതാണ്. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ടഡ് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. ചെറിയ ഒരു സംസാര വൈകല്യത്തോടു കൂടിയാണ് അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് മോർ ദാൻ ദാറ്റ് they remember his brashness in sessions involving some of the world's most distinguished scientists. അപ്പോൾ ഇവിടെ ബ്രാഷ്നെസ് എന്ന് പറഞ്ഞാൽ ബോൾഡ്നെസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം, ഒരു ധൈര്യം എന്നുള്ളതാണ്. ഓക്കെ, മോർ ദാൻ ദാറ്റ്, ഇപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം പിന്നെ ആ കോറിഡോറിലൂടെ നടന്നു പോകുന്നതിനേക്കാൾ ആൾക്കാർ ഓർക്കുന്നത് എന്താന്നുള്ളതാണ്. they remember his brashness in sessions involving some of the world's most distinguished scientists. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന സെഷനുകളിലുള്ള അവൻ്റെ ആ ഒരു ബ്രാഷ്നെസ് അല്ലെങ്കിൽ ബോൾഡ്നെസ്, ഒരു ധൈര്യമാണ് ആൾക്കാർ അവൻ്റെ ആ ഒരു വൈകല്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. ഓക്കെ, വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്, ഹോക്കിംഗ് ഡെയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഇപ്പം റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവേഷകരാണ് കേട്ടോ. റെവറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടിയുള്ള സൈലൻസ്, നിശബ്ദത. റെവറൻഷ്യൽ സൈലൻസ് എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടിയുള്ള നിശബ്ദത എന്നുള്ളതാണ്. ഡയറിംഗ്ലി എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടു കൂടി. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, അപ്രതീക്ഷിതമായിട്ടുള്ള. പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷാർപ്പ് എന്നുള്ള മീനിങ് ആണ്, മൂർച്ചയുള്ള. ഓക്കെ, വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്, മറ്റു ഗവേഷകർ ആ ക്ലാസ്സുകൾക്കിടയിൽ ആദരപൂർവം നിശബ്ദത പാലിച്ചപ്പോൾ ഹോക്കിംഗ് ഡെയറിംഗ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഹോക്കിംഗ് വളരെ ധൈര്യത്തോടു കൂടി അപ്രതീക്ഷിതവും ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്, താൻ എന്താണ് സംസാരിച്ചത് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് അവനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റൈൻ ബിഗാൻ ദെൻ, അവൻ്റെ ഒരു ജീനിയസ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു ഐൻസ്റ്റൈൻ എന്നുള്ള രീതിയിലുള്ളൊരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കീർത്തി
തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് അദ്ദേഹം ഒരു പുസ്തകം എഴുതാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയ സംഗതിയാണ്. ഇൻ 1980, എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ് that was to have a far-reaching impact on the Hawkins and others all over the world. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടിയുള്ള ആവശ്യം. ലോഞ്ച് ഇവിടെ മുമ്പോട്ട് അയച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. ലോഞ്ച് എന്നുള്ളതിന് സ്റ്റാർട്ട് എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ ഒരു മുമ്പോട്ട് അയച്ചു എന്നുള്ളൊരു മീനിങ് ആണ്. എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സംരംഭം എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് എന്നതിൻ്റെ അർത്ഥം ദൂരവ്യാപകമായ ഫലം എന്നുള്ളതാണ്. ഇൻ 1980, 1980 എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ്. 1980 പണത്തിന് വേണ്ടിയുള്ള ആവശ്യം അദ്ദേഹത്തെ ഒരു പുതിയ സംരംഭത്തിലേക്ക് അയച്ചു. ഓക്കെ, ദാറ്റ് വാസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഓൺ ദ ഹോക്കിങ്സ് ആൻഡ് അതേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. അത് ഹോക്കിംഗ് ഫാമിലിയിലും അതേപോലെ തന്നെ ലോകത്തുള്ള ബാക്കിയുള്ള ആളുകളിലൊക്കെ ഒരു ദൂരവ്യാപകമായ ഒരു ഫലം ഉണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹം 1980 ഒരു പണത്തിന് വേണ്ടിയുള്ളൊരു ആവശ്യം കൊണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അത് ഹോക്കിങ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ ഹോൾ ഹോക്കിംഗ് ഫാമിലിയാണ്. അവരിലും പിന്നെ ലോകത്തുള്ള മിക്ക ആളുകളിലും ഒരു ദൂരവ്യാപകമായ ഫലമുണ്ടാക്കുന്നതായിരുന്നു. എന്തായിരുന്നു ആ എൻ്റർപ്രൈസ് എന്നുള്ളതാണ് പറയുന്നത്. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്, അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. അവനൊരു യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി ചിന്തിക്കുകയാണ്. അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. ഇപ്പോൾ കോസ്മോളജിയും ക്വാണ്ടം തിയറിയും ഒക്കെ പഠിക്കാൻ അവനെ പ്രേരിപ്പിച്ച ഏറ്റവും രസകരമായ ചില ചോദ്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൻ്റെ ചെറുപ്പകാലമായതുകൊണ്ടാണ് ഞാൻ അവൻ എന്നുള്ളത് ഉപയോഗിച്ചത്. ഇനി കുറച്ച് മെച്യൂർഡ് ആയതിനു ശേഷം അദ്ദേഹം എന്ന് ഉപയോഗിക്കും. ഓക്കെ, ഇംഗ്ലീഷിൽ ഹി എന്നതിന് അദ്ദേഹം അവൻ എന്നുള്ള അർത്ഥം ഒരേ സമയത്തുണ്ട്. അത് നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മലയാളത്തിൽ മാറ്റി പറയുകയാണ് വേണ്ടത്. ഓക്കെ, ഇത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഇനി അദ്ദേഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കോസ്മോളജിയും ക്വാണ്ടം തിയറിയും പഠിക്കാൻ പ്രേരിപ്പിച്ച രസകരമായ ചില ചോദ്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ പറ്റി ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി അദ്ദേഹം ചിന്തിച്ചു. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ എന്നുള്ളതാണ്. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് പ്രപഞ്ചം വരുന്നത്? ഓക്കെ, ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഈ പ്രപഞ്ചം അനന്തമാണോ? ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ബൗണ്ടറീസ് ഉണ്ടോ പ്രപഞ്ചത്തിന്, അല്ലെങ്കിൽ അതിർത്തികളുണ്ടോ? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? ഇത് അവസാനിക്കുമോ? ഇതിനൊരു അവസാനമുണ്ടോ? ഈഫ് സോ, അങ്ങനെയാണെങ്കിൽ ഹൗ, എങ്ങനെ? ഓക്കെ, ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? പ്രപഞ്ചത്തെക്കുറിച്ചും അതിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായ ഒരു തിയറി ഉണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈംസ്? സമയത്തിന് ഒരു തുടക്കമുണ്ടോ, ബിഗിനിങ് ഉണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? സമയത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കുമോ? സമയം ഇപ്പം മുന്നോട്ടാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, ഇനി ഈ സമയത്തിന് പിന്നോട്ട് പോകാൻ പറ്റുമോ? ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റൈൻ. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റൈൻ വരെയുള്ള ആളുകളുടെ കോസ്മോ തിയറീസ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തിയറീസ്, ഗ്രേറ്റ് കോസ്മോസ് തിയറീസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടാണ് ഈ പുസ്തകം എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത് എന്നുള്ളതാണ്. ബിഗിൻ ചെയ്യുന്ന തുടങ്ങുക അല്ലേ, റിവൈൻഡ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് അല്ലേ, ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ടാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. ഹീ റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്.
സയൻസ് അറിയാത്ത ആളുകൾക്ക് കൂടി സയൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഓക്കെ. ഹീ കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. 1984 അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ഒരു കരട് രൂപം, ഒരു ആദ്യ രൂപം തയ്യാറാക്കി. ഓക്കെ. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ്. അങ്ങനെ ഈ ഒരു പുസ്തകത്തിൻ്റെ റിവിഷൻ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പുസ്തകം ഒന്നുകൂടി ഡ്രാഫ്റ്റ് തയ്യാറാക്കി പിന്നെ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. There he was down with pneumonia and was left on a life support system. There he was down with pneumonia. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുക. ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്മേൽ അദ്ദേഹം അവശേഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, വെന്റിലേറ്ററൊക്കെ പോലെയുള്ള ഒരു സംഗതി അതാണ്. ഡോക്ടേഴ്സ് ഗെയ്വ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. ഇവിടെ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വാസനാള ശസ്ത്രക്രിയ എന്നുള്ളതാണ്. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒഴിവാക്കുക, നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ശ്വാസനാളാണ്. ഓക്കെ. അപ്പോൾ കണ്ടക്ട് ചെയ്യുക പറഞ്ഞാൽ നടത്തുക എന്നുള്ള മീനിങ് ആണ്. അപ്പം ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻഡ് പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്. ഡോക്ടർമാർ ഒരു ചോയ്സ് കൊടുത്തു. അതായത് ഈ വ്യക്തിയുടെ വിൻഡ് പൈപ്പ്, ശ്വാസനാളം നീക്കം ചെയ്യേണ്ടി വരുന്ന ഒരു ശ്വാസനാള ശസ്ത്രക്രിയ നടത്തണോ വേണ്ടേ എന്നുള്ള ഒരു ചോയ്സ് ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, ഇവർക്ക് കൊടുത്തു, ഹോക്കിങ്ങിൻ്റെ ഫാമിലിക്ക് കൊടുത്തു. അങ്ങനെ ഒരു സജഷൻ അവരോട് പറഞ്ഞു. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്, ബട്ട് ആഫ്റ്റർവാർഡ്സ് ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേക്കും. ബട്ട് ആഫ്റ്റർവാർഡ്സ്, പക്ഷെ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക്. പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാനോ ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്, ഒരു വോക്കൽ കോഡ് എന്നാണുള്ള സൗണ്ട് ഉണ്ടാകുന്നത്, ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അത് ചെയ്യുകയാണെങ്കിലാണ് ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. വിത്ത് ഗ്രേവ് മിസ്ഗീവിങ്സ് ജെയിൻ കൺസെൻറ്റ്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ സീരിയസ് എന്നുള്ള ഒരർത്ഥമാണ്. മിസ്ഗീവിങ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശങ്ക, ഡൗട്ട്. കൺസെൻറ്റ് ചെയ്യാനോ സമ്മതിക്കുക. വിത്ത് ഗ്രേവ് മിസ്ഗീവിങ്സ്, വലിയ ആശങ്കകളോടുകൂടി. ഗ്രേവ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ആശങ്കകളോടുകൂടി ജെയിൻ കൺസെൻറ്റഡ്, ജെയിൻ സമ്മതം കൊടുത്തു. ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. ഭാവി ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് തോന്നി. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ്, ഭാവി പ്രതീക്ഷയറ്റതായിരുന്നു. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്, ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അവിടെ ആ സമയത്ത് ജെയിൻ റിമാർക്ക് ചെയ്യാൻ പ്രസ്താവിക്കുക. ഓക്കെ. ഭാവി ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് തോന്നി. ഓക്കെ. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. ഹോക്കിങ്ങിന് അവിടുന്ന് അങ്ങോട്ട് പിന്നെ മൂക്കിലൂടെയോ വായയിലൂടെയോ ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. തൻ്റെ തൊണ്ടയിൽ സ്ഥിരമായിട്ടുള്ള ഒരു സുഷിരം ഇട്ടിട്ടാണ് പിന്നെ ശ്വസിക്കാൻ പറ്റുന്നത്. ഓക്കെ. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ, ഒരുപാട് ആഴ്ചത്തെ തീവ്ര പരിചരണത്തിന് ശേഷം, ഇൻറ്റൻസീവ് കെയർ എന്ന് പറഞ്ഞാൽ തീവ്ര പരിചരണം, അതിനുശേഷം ഹി വെൻറ്റ് ഹോം, അദ്ദേഹം വീട്ടിലേക്ക് പോയി, ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ. അപ്പോൾ ജെയിനിൻ്റെ അടുത്തേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ 3 മക്കളുടെ അടുത്തേക്കും. ഓക്കെ. 3 മക്കളൊക്കെ ആയിരുന്നു ആ സമയം ആയപ്പോഴേക്ക്. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. അപ്പോഴും
അദ്ദേഹം വളരെ വീക്കായിരുന്നു, പിന്നെ അസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. വാൾട്ട് വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് called the equalizer, which allowed Hawking to select words from the screen. വാൾട്ട് വാൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയയിലുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് സെൻഡ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ്, അവൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന, വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം അയച്ചു കൊടുത്തു. കാൾഡ് ദ ഈക്വലൈസർ, അതിൻ്റെ പേരെന്തായിരുന്നു? ഈക്വലൈസർ. വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സിലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ, അത് ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ നിന്ന് വാക്കുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വായിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു സംഗതി ഈക്വലൈസർ ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട സ്റ്റീഫൻ ഹോക്കിംഗ് പിന്നെ വായിക്കാനൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ. ഹി തോട്ട് ഹി വുഡ് ബി അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്, തൻ്റെ ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രയാൻ വിറ്റ്, പക്ഷേ തൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോടു കൂടി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ 1988. 1988 എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. 1988 പബ്ലിഷ് ചെയ്തു. സെപ്റ്റംബർ 2005 saw the release of an abridged version of the original book. 2005 സെപ്റ്റംബറിൽ ഈ ഒറിജിനൽ ബുക്കിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു ചുരുക്കിയ രൂപം റിലീസ് ചെയ്തു. This version was updated to address the new issues that had arisen due to further scientific developments. ഓക്കെ, അഡ്രസ്സ് ചെയ്യാനാൽ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അറൈസ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വന്ന എന്നുള്ളതാണ്. ഓക്കെ, ഫർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ്, പിന്നീടുള്ള ശാസ്ത്ര പുരോഗതികൾ എന്നുള്ളതാണ്. ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്രസ് ദ ന്യൂ ഇഷ്യൂസ് ദാറ്റ് ഹാഡ് അറൈസൺ ഡ്യൂ ടു ഫർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ്, പിന്നീട് ഉണ്ടായ ശാസ്ത്ര പുരോഗതികൾ, പിന്നീട് ഉയർന്നു വന്ന ശാസ്ത്ര പുരോഗതികളെ, അതുമായി ബന്ധപ്പെട്ട ന്യൂ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ ഒരു പുസ്തകം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ. വൺ വിൽ എൻകൗണ്ടർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ഇൻ ദ ബുക്ക്. ഈ പുസ്തകത്തിൽ പരസ്പര വിരുദ്ധമായ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറേ വിരോധാഭാസങ്ങൾ ഈ പുസ്തകത്തിൽ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ഓക്കെ. മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അനേകം, പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട്, അത് ഇതിൽ പറയാം. അപ്പം ഈ പറയുന്ന കുറേ പുസ്തകത്തിലെ കുറച്ച് വിരോധാഭാസങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് ലിറ്ററൽ മീനിങ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം ആൻഡ് പീസസ് ദാറ്റ് ഓട്ട് ടു ഫിറ്റ് ടുഗെദർ റിഫ്യൂസ് ടു ഡു സോ. ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ, ശാസ്ത്രത്തിലാണെങ്കിലും ഇനി ആളുകളുടെ കാര്യമാണെങ്കിലും, തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം, കാര്യങ്ങളൊക്കെ പലപ്പോഴും അവ തോന്നുന്നത് പോലെയല്ല. ഓക്കെ. ആൻഡ് പീസസ് ദാറ്റ് ഓട്ട് ടു ഫിറ്റ് ടുഗെദർ റിഫ്യൂസ് ടു ഡു സോ, ഒരുമിച്ച് ഫിറ്റാകും അല്ലെങ്കിൽ കൂടിച്ചേരും എന്ന് തോന്നുന്ന പീസുകൾ, കഷ്ണങ്ങൾ അങ്ങനെ ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. റിഫ്യൂസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് വിസമ്മതിക്കുന്നു എന്നുള്ളതാണ്. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്, തുടക്കങ്ങൾ അവസാനമാണ് എന്ന് നിങ്ങൾ പഠിക്കും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ആൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. ക്രൂവൽ സർക്കംസ്റ്റാൻസസ്, ക്രൂരമായ സാഹചര്യങ്ങൾ, ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്, സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം. ആൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്,
പ്രശസ്തിയും വിജയവും അങ്ങനെ ആയിരിക്കില്ലെങ്കിലും എന്നുള്ളതാണ്. അപ്പം കുറേ പാരഡോക്സസ് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താണ് കറക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പുസ്തകം വായിക്കണം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ലത് മനസ്സിലാക്കിയാൽ മതി. Two great scientific theories taken together seem to give us nonsense. രണ്ട് മഹാ ശാസ്ത്ര തിയറികൾ ഒരുമിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നോൺസെൻസ് ആണ് എന്ന് നമുക്ക് തോന്നും, അസംബന്ധമാണ് എന്ന് തോന്നും. നോൺസെൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസംബന്ധം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള രണ്ട് സയൻറ്റിഫിക് തിയറീസ് ഒരുമിച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നോൺസെൻസ് ആയിട്ട് തോന്നും എന്നുള്ളതാണ്. empty space isn't empty. അതായത് ശൂന്യമായ സ്പേസ് ശരിക്ക് ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക് ഹോൾസ് ശരിക്കും ബ്ലാക്ക് അല്ല. ആൻഡ് എ മാൻ ഹൂസ് അപ്പിയറൻസ് ഇൻസ്പയേഴ്സ് ഷോക്ക് ആൻഡ് പിറ്റി ടേക്സ് അസ് ലാഫിംഗ് ടു വേർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓട്ട് ടു ബി ബട്ട് ആർ നോട്ട്. അതൊരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സെൻറ്റൻസാണ്, കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ഓക്കെ, ഇവിടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ രൂപമാണ്. ഇൻസ്പയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഷോക്ക് അന്താളിപ്പ്, പിറ്റി എന്ന് പറഞ്ഞാൽ ദയ. ഓക്കെ, ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസിൻ്റെയും ടൈമിൻ്റെയും ബൗണ്ടറികളിലേക്ക് അല്ലെങ്കിൽ അതിർത്തികളിലേക്ക് നോക്കാം. ആൻഡ് എ മാൻ whose appearance inspires shock and pity. ഒരാളുടെ രൂപം, അയാളുടെ രൂപം നമ്മളിൽ ദയയും അതേപോലെ തന്നെ ഷോക്കും ഉണ്ടാക്കുന്ന അത്തരമൊരു വ്യക്തി. ഇപ്പോൾ ഒരാളുടെ രൂപം, ആ വ്യക്തിയുടെ രൂപം കണ്ടാൽ നമുക്ക് എന്താണ് ഷോക്കും പിറ്റിയൊക്കെ തോന്നും. ആ ആള് ടേക്സ് അസ് നമ്മളെ കൊണ്ടുപോകുന്നു, ടേക്സ് അസ് ലാഫിംഗ് ചിരിച്ചുകൊണ്ട്, ഓക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ടു വേർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓട്ട് ടു ബി. ടൈമിൻ്റെയും സ്പേസിൻ്റെയും ബൗണ്ടറി എവിടെയാണോ അങ്ങോട്ട്, ബട്ട് ആർ നോട്ട് പക്ഷേ ബൗണ്ടറി അവിടെയല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പം രൂപം കണ്ടാൽ നമുക്ക് എന്താ പറയുക ദയയും അതേപോലെ തന്നെ അന്താളിപ്പും തോന്നുന്ന ഒരു വ്യക്തി ചിരിച്ചുകൊണ്ട് നമ്മളെ സമയത്തിൻ്റെയും സ്പേസിൻ്റെയും ബൗണ്ടറീസ് എവിടെയാണ് ഉണ്ടാകേണ്ടത് അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ അവിടെയല്ല യഥാർത്ഥത്തിൽ ആ ബൗണ്ടറി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലുള്ള പാരഡോക്സസ്. ഈ ഒരു പുസ്തകത്തിലുള്ള പാരഡോക്സസ് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് a miracle that Hawking has been able to achieve everything he has. ഹോക്കിങ്ങിന് ഇന്ന് കാണുന്നതൊക്കെ നേടാൻ പറ്റി എന്നുള്ളത് ഒരു അത്ഭുതമാണ്, മിറാക്കിളാണ്. മിറാക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഓക്കെ, അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക. എവറിത്തിങ് ഹി ഹാസ്, അദ്ദേഹത്തിനുള്ളതെല്ലാം നേടാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ് ഒരു അത്ഭുതമാണ്. ദാറ്റ് ഹീ സ്റ്റിൽ അലൈവ്, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്താണ്? സ്റ്റിൽ അലൈവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത്ഭുതമാണ്. അപ്പം 2018 സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് എഴുതപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, however when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. അപ്പം നോക്കാം, ഹോവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ അല്ലേ, ഒരു ബുദ്ധിസാമർഥ്യവും നർമ്മവും. അൺയൂഷ്വൽ അസാധാരണമായ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയ രീതി എന്നുള്ളതാണ്. ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ പ്രകടമായ. കറ്റാസ്ട്രോഫിക് ഡിസാസ്ട്രസ് എന്നുള്ള മീനിങ് ആണ്, ഒരു ദുരന്തം നിറഞ്ഞ. ഫിസിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, ശാരീരിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഹൗവർ എന്നിരുന്നാലും, വെൻ യു എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസും ഹ്യൂമറും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അനുഭവിക്കുമ്പോൾ,
You begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാധാരണമായ രീതിയിലുള്ള ആശയവിനിമയ രീതിയും പ്രകടമായി കാണുന്ന ദുരന്തകരമായിട്ടുള്ള ശാരീരിക പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യില്ല, സീരിയസ് ആയിട്ട് എടുക്കില്ല. അദ്ദേഹം എടുക്കുന്ന ദാൻ ഹി സീംസ് ടു ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കൂല എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ, ആ ഒരു നർമ്മവും ആ ഒരു ബുദ്ധിസാമർഥ്യമൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാധാരണമായ രീതിയിലുള്ള ആ ഒരു ആശയവിനിമയ രീതിയും പിന്നെ പ്രകടമായി കാണുന്ന ദുരന്തം നിറഞ്ഞ ഫിസിക്കൽ പ്രോബ്ലംസും നമ്മൾ അദ്ദേഹം എടുക്കുന്ന അത്ര പോലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കൂല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ പരിതാപകരമായ ഒരവസ്ഥയാണ്. ഓക്കെ, വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തളർന്നൊരു മനുഷ്യൻ. പക്ഷെ അതല്ല നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റലിജൻസും ആ ഹ്യൂമറൊക്കെയാണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ്. അദ്ദേഹവും തീർച്ചയായിട്ടും എക്സാക്ട്ലി അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹി ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽറ്റി ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ഹി ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൽറ്റി. ബുദ്ധിമുട്ടുകളെ അവഗണിച്ച ആളാണ് അദ്ദേഹം. ഇഗ്നോർ ചെയ്യാൻ അവഗണിക്കുക, തൻ്റെ മുന്നിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ച ആളാണ്. ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ്. ബാക്കിയുള്ള ആളുകളും ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു മനോഭാവം അഡോപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അഡോപ്റ്റ് ചെയ്യുന്ന സ്വീകരിക്കുക. ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറികടക്കുക എന്നുള്ളതാണ്. ക്രിപ്ലിംഗ് ഡിസീസ്, ക്രിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡിസേബിളിംഗ് ഡിസീസ്, അതായത് വൈകല്യം നിറഞ്ഞ അസുഖം, അതാണ് ക്രിപ്ലിംഗ് ഡിസീസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അതായത് തൻ്റെ വൈകല്യം നിറഞ്ഞ അസുഖത്തെ മറികടന്ന് അങ്ങനെ അദ്ദേഹം എന്തായി മാറി? വേൾഡ് ഫിസിക്സിൻ്റെ, ലോക ഭൗതിക ശാസ്ത്രത്തിൻ്റെ സൂപ്പർനോവായി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, for the time being, let's wind up today's class.